ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ കറക്റ്റ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ടീം എല്ലാം എത്തി. നേരെ ഫസ്റ്റ് നേരെ എൻട്രി വന്ന് നേരെ റൈറ്റിലേക്ക് ഉള്ളിലോട്ടാണ് പാർക്കിങ്. എല്ലാ 2 വീലർ 4 വീലർ ബസ് കാറ് എല്ലാം തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയതാ തന്നെയാണ് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള എൻട്രി ഗേറ്റ്, കവാടം എന്ന് പറയണത്. ഗൈസ് ഇവിടെയും മലയാളികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് ഇംഗ്ലീഷ് ഇപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ നൈസായിട്ട് ഇതൊക്കെ നമുക്ക് ഒറ്റുപോയി. ഏറെ ബസ്സിന് അതിൻ്റെ വണ്ടി തന്നെ ആയിരിക്കും. അവിടെയാണ് എൻട്രി. നമുക്ക് ഉള്ളിൽ കയറാനുള്ളത്. ഉള്ളിൽ കയറി ടെമ്പിളിലേക്കൊന്ന് കാണണം ഗൈസ്. ഇവിടെയും മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ ഗൈസ്. മലയാളികൾ ഇല്ലാത്ത സ്ഥലം എവിടെയാണ് നമ്മൾ എന്നെ പറയണം. ആ എൻട്രി ഉള്ളിൽ കയറി നമുക്ക് നേരെ കാണാൻ പറ്റുന്നില്ല തന്നെ ഗോൾഡൻ ടെമ്പിൾ. കിട്ടില്ല ഗൈസ്. വെയിലില്ലാത്ത സമയത്ത് വരണം. നമ്മൾ എവിടെ പോയാലും വെയിലത്തായി പോകും. റൂം ക്ലാസ് ഗൈസ്. അതിന് ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഒരു പ്രത്യേക ചൂടാണിത്. വെയിലിൻ്റെ ഒരു പ്രസൻസ് ആണ് ചൂടായിട്ട് കാണുന്നത്. എൻ്റെ മാതാവേ ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയതും ഫുള്ള് മലയാളികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഇവർ കന്നഡയാണ്. ഇവിടെയും മലയാളികൾ മാത്രമേ. അപ്പോൾ കാണണം. നമ്മൾ തായ്ലാൻഡ് നേപ്പാളിലൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ബുദ്ധ സ്റ്റാച്ചു ആണെങ്കിൽ താണ് ഇവിടെ നോക്കിപ്പോ. 1 2 3 സെറ്റില്ലേ നോക്ക്. അപ്പോൾ അവിടെയാണ് ഈ നേപ്പാളീസ് ഒക്കെ പറയണത്. എന്തൊക്കെ ചെയ്യൂല സംഭവം അതന്നെ അത് ഉള്ള സമയത്ത് കാണാം. ഗൈസ് നിങ്ങൾ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സെൻട്രൽ വ്യൂ നമുക്ക് കറക്റ്റ് നല്ല കിടിലം വ്യൂ കിടിലം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ ശരിക്കും നോക്കില് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കിടിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് എവിടേക്ക് പോയി നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇതിവിടെ തന്നെ കറക്റ്റായിട്ട് ഗുരു പത്മ സംഭവമാണ് പിന്നെ ഡീറ്റെയിൽഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കണ്ടമാനം ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് എഴുതിയതുകൊണ്ട് നമുക്ക് വായിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നിങ്ങൾ സമാധാനത്തിൽ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങളതിനെ വായിച്ച് നോക്കുന്നത്. ഓൾമോസ്റ്റ് ഭയങ്കര ഒരു സൈലൻസ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും അവിടെ വന്ന് കലവില അവിടെ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹാൻഡിലൊക്കെ ഉണ്ടാ കിട്ടലായിരുന്നു. ഫുൾ ചൈനയിൽ ഡ്രാഗൺ ഫുൾ അവർ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡ്രാഗൺ കാര്യങ്ങളൊക്കെയാണ്. ഓ
ഏതാണ്? അതൊക്കെ എടുത്തു. അതൊക്കെ കിട്ടിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. മാനം വാളാർട്ട് ഗ്യാസ് ഒരു രക്ഷയില്ല. നോക്കി കിട്ടില്ലെങ്കിൽ വാളാർട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് നേരെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും പറഞ്ഞു. ഇതൊരു എൻട്രി. ഇത് ഒരു സ്കൂളാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? നോക്കൂ. അവൻ്റെ ഭാഷയിൽ സ്കൂൾ എന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഭാഷ സംസാരിക്കാനായിട്ട്. നമ്മുടെ കൂടെ വന്നേര് പോണു. ഓ, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത ആൾക്കാരൊക്കെ പൊളിച്ച് എവിടത്തെ ആൾക്കാരാണോ? ഞാൻ ഇപ്പോഴാണ് ആലോചിച്ച് എൻ്റെ കൂളിങ് എൻ്റെ സ്പെക്സ് ഉണ്ടായിട്ട് ഞാൻ എന്തിനാണ് ഷെയ്ഡ് ഇട്ടില്ല എന്ന്. ഇട്ടില്ല, നല്ല സ്പോട്ട്. പൊളിച്ചു അല്ലേ? നൈസായില്ലേ? എന്തായാലും സൈഡ് അടിപൊളിയായിട്ട് കാണാൻ. ഈ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഗായ്സ്. വേലം കാണിച്ചാ ഇപ്പൊ കാണാതിരിക്കുന്നു. കറക്റ്റല്ലേ? സെറ്റ്. എന്തൊക്കെയോ ചൈന ഭാഷയിലോ നേപ്പാളി ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ഈ എണ്ണമാരില്ലേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നല്ല വെയിൽ പറയുമ്പോൾ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സൈഡൊക്കെ അധികം തണുപ്പ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അതിലും ഒന്ന് കൂടി കയറി. എനിക്ക് പിന്നെ വാൾ ആർട്ടാണ് ഗൈസ് എനിക്കിഷ്ടം. നമുക്ക് കിട്ടുന്നതായി ചെയ്ത് വെച്ചിട്ടുണ്ട് വാൾ ആർട്ട്. ഇതിൽ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഓപ്പോസിറ്റ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ഒരു ടെമ്പിളും കൂടെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. വെയിലെന്ന് പറയുമ്പോൾ നമുക്കൊരു രക്ഷയില്ല ഗൈസ്. വെയിലൊക്കെ നമ്മൾ എത്രയോ കൊണ്ടുണ്ട് പാലക്കാട്. പിന്നെയല്ലേ നമുക്ക് എനിക്കിതിൻ്റെ വാളാർട്ട് ഇവരുടെ ചെയ്ത് വെച്ചിരിക്കുന്നു. നോക്ക് മോനെ, ഇതിനകത്ത് കയറി നോക്ക്. ഓക്കെ, ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നോക്ക്, ഒരുവിധം മലയാളികളുടെ മുമ്പിൽ പെട്ടുപോയി പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് പിള്ളേർക്ക് ഇപ്പോൾ. ഓ, His Holiness Penor Rinpoche. His Holiness Penor Rinpoche. അവിടുത്തെ രാജാവ് നമ്മളവിടെ സ്കൂൾ ഹോട്ടൽ കാര്യങ്ങളൊക്കെ പറയില്ലേ, അവിടെ അപ്പുറ സൈഡിൽ കൂടെ നമ്മൾ പോയി കണ്ടത് സ്കൂൾ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിളത്തെ എൻട്രി ഇറങ്ങി നമ്മൾ ഇനി അടുത്ത ഇതിക്കാണ്. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Itu
കിഡിലും സ്പോട്ടായിരുന്നു. അപ്പോൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന സ്പോട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയും. കാരണം കണ്ടമാനം ഫോട്ടോസ് എടുക്കാൻ പറ്റും, കണ്ടമാനം സ്പോട്ടുകളുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് എടുത്താലും നല്ല 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 കിട്ടിലും ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സുമൻ ഭായ് കാറിൽ റെഡിയാണ്. നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനി തീരുമാനിച്ചില്ല, അതെയും കാറിക്കാട്ടെ. കാരണം നമുക്ക് എവിടെയാണ് പറഞ്ഞാൽ പോവാം. ഓക്കെ റെഡി അല്ലേ? പോവല്ലേ അടുത്ത സുമൻ ഭായ് റെഡി അല്ലേ?